അതായത് നമ്മൾ ഷൂട്ട് ചെയ്തതിനേക്കാൾ വെള്ളം കയറി, അവിടെ വെള്ളം കയറി പാലത്തിന്റെ ആ വഴിയുടെ മുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമാണ്. ഒഴുക്കിലേക്ക് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഭിനയ വിസ്മയം എന്ന് പറയുന്ന ആള് എടുത്ത് ചാടാണ്. അതാണ് സിനിമ. ഞാൻ ലിറ്ററലി സാർ തിയേറ്ററിൽ ഇരുന്നിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് എൻ്റെ അച്ഛൻ സംസാരിക്കില്ല, ചെവിയും കേൾക്കില്ല. അപ്പോൾ എനിക്ക് ഈ കാണാൻ പറ്റുന്നത് അച്ഛനെ തന്നെയായിരുന്നു ശരിക്കും. ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ സെറ്റിലേക്ക് ഞാൻ പോയതാണ്. അവിടെ ഷൂട്ടിംഗ് നടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കഥ പറയാൻ പറ്റില്ല എന്ന് മനസ്സിലാവുകയും നിവിൻ വാച്ചൊക്കെ നോക്കിയിട്ട് ഇനിയിപ്പോൾ ചേട്ടാ എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം ഞാൻ നിവിനെ കണ്ടില്ല എന്നൊരു നുണ പറയണ്ടല്ലോ. അപ്പോൾ ലാൽ സാർ തോളിൽ കൈ വെച്ചിട്ട് മോനെ പേടിക്കണ്ട, ഞാൻ നരനിൽ രോഹിത് സാറിൻ്റെ പടത്തിൽ ഇതൊക്കെ ചെയ്തതല്ലേ. ഈ പ്രിയൻ സാർ ലാൽ സാറിനെ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു കൈകാര്യം ചെയ്തില്ല എൻ്റെ അറിവിൽ. ഇപ്പം എന്നേക്കാൾ കൂടുതൽ എത്രയോ സിനിമകൾ പ്രിയൻ സാറിൻ്റെ കൂടുതൽ മോഹൻലാൽ പ്രിയദർശൻ കോമ്പിനേഷൻ സിനിമകൾ ചെയ്തിട്ടുള്ള ആൾക്കാർ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ പല രീതിയിലും എന്നേക്കാളൊക്കെ ഒത്തിരി അടുപ്പമുള്ളവരുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആളല്ല. എനിക്ക് മനസ്സിലായതാണ്. ഒരുപക്ഷെ അവർക്കൊക്കെ ആയിരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റുക. എനിക്ക് പറയാൻ പറ്റുക ഒരിക്കലും ഒരു ഈ പറഞ്ഞൊരു കൈകാര്യം ചെയ്യലില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ചെയ്ത ഓളവും തീരവും പോലും സീൻ കൊടുത്തില്ലേ ഏജന്റിനോട്. ഇതെന്നോട് ചോദിക്കുന്നതിന് മുമ്പും 2-3 വട്ടം എന്നോട് ചോദിച്ചിട്ടുണ്ട്. 2-3 സിനിമകൾക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ സീൻ കൊടുത്തില്ലേ എന്നൊരു ചോദ്യത്തിൽ എല്ലാം ഉണ്ട്. ലാൽ സാർ വരും ചെയ്യും. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അതിനു മുമ്പ് നടന്നിട്ടുണ്ടാവാം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓളവും തീരത്തിൽ തെരപ്പൻ മുഴുവൻ പ്ലസ് ഓഫ് പാരീസുകൾ ഉണ്ടാക്കിയിട്ടുള്ള തടികളാണ്. ഓളവും തീരം എടുത്ത് വെച്ചെന്ന് കാണാം. അപ്പോൾ അതിലൊരു 25ഓളം തേക്കും കൊണ്ടുള്ള തടി പോലെ തന്നെയുള്ള തെരപ്പൻ ഉണ്ടാക്കുകയാണ്. വെള്ളത്തിൽ പൊങ്കിടന്നോളും. അത് കയറിട്ട് കെട്ടി സാബു സാറിന് ലെജൻഡറി ആയിട്ടുള്ള മനുഷ്യൻ എന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം അത്രയും അത്ഭുതം പോലെ അദ്ദേഹം അത് ചെയ്യുകയാണ്. MT സാറിൻ്റെ തിരക്കഥയിലെ ഒരു സെറ്റ് ഡിസൈൻ ചെയ്യുക, അതിനെ വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയുന്ന എക്സൈറ്റ്മെൻറ്റിലാണ്. അവർക്കൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള വലിയ ഡിമാൻഡുള്ള ആൾക്കാരാണ്. പക്ഷെ അവർ വളരെ കൂളായിട്ട് ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് അവർ വന്ന് ഈ വർക്ക് ചെയ്യുക. അപ്പം ആ തെരപ്പൻ കെട്ടി. അപ്പം നമ്മൾ അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ലാൽ സാറല്ലേ തൊടുപുഴയിലാണ്, തുമ്മങ്കുതിൻ്റെ താഴത്തുള്ള വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അവിടെ അത് സേഫ്റ്റി മെഷേഴ്സ് ഒത്തിരി നോക്കണം. അപ്പം പ്രിയൻ സാർ പ്രത്യേകം പറഞ്ഞിരുന്നു, സാറിൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സാർ, അപ്പോൾ ഇന്ന രീതിയിൽ വേണം അത് ഒഴുക്കുള്ള അടുത്തൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻസ് എൻ്റെ കൂടെ ഉണ്ട്. കഴിഞ്ഞ 2006 മുതലുള്ള സാറിൻ്റെ വർക്കിംഗ് സ്റ്റൈലിലുള്ള ചെറിയ ചില വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങൾ, ഇപ്പോഴത്തെ എക്സിക്യൂഷനിൽ വന്ന മാറ്റങ്ങളൊക്കെ അതനുസരിച്ചുണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നത് അഭയ്ക്കും സാറിൻ്റെ ഇപ്പോഴത്തെ അസിസ്റ്റൻസ് അവരും കൂടെ ഉണ്ടായിരുന്നു. രവിയും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ത്യാഗരായ മോഷണമാനുണ്ടായിരുന്നു, രവി ത്യാഗരായ. അപ്പോൾ അവരൊക്കെ നല്ലപോലെ നമ്മളെക്കാളൊക്കെ ഇപ്പോൾ സാർ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാവുന്നവരാണ്. അപ്പം ഞാൻ അവരോടുകൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് ഇത് ഓരോന്നും നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വെള്ളപ്പൊക്കത്തിലേക്ക് നമ്മൾ വേറൊരു ഡ്യൂപ്പിനെ വെച്ചിട്ട് നമ്മൾ ആ സീക്വൻസിൻ്റെ വൈഡെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്തു. സാർ വരുന്നതിന് മുമ്പ് ഒരു ദിവസം നേരത്തെ തന്നെ ലൊക്കേഷൻ ഫിക്സ് ചെയ്ത് ജിപ്പും ഡ്രോണും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തു. വേറൊരു നമ്മുടെ ഒരു വളരെ അടുത്ത സുഹൃത്തിനെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ ചെയ്യുന്ന സിനിമയിൽ ഭയങ്കര അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരാളെ ലാൽ സാറിന് വേറെ അഡീഷണൽ താടിയും വിഗും ഒക്കെ വെച്ച് തലയിൽ കെട്ടി നമ്മൾ ഷൂട്ട് ചെയ്തു. ലാൽ സാർ വരുമ്പോൾ ഇത് കാണിക്കാനായിട്ട് അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പ്രിയൻ സാറ് ലാലിനെ നമുക്ക് കാണിക്കാം, ഒന്ന് കാണിച്ചേക്കുമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ അവിടെ ആ ചെറിയ മഴയത്ത് കാരവാനിൽ കയറിയിട്ട് ഈ സ്ക്രിപ്റ്റ്, അപ്പോഴത്തേക്കും സാർ സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞിരുന്നു. ഇത് തീരുമോ 8 ദിവസം കൊണ്ട് എന്നോട്. ഞാൻ എനിക്ക് തീരുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ കാണിച്ചു, ഓക്കെ എന്തോ എന്നെ കാണിക്കണം എന്ന് പറഞ്ഞ് അത് കാണിച്ചു. ഓക്കെ ഇതല്ലേ ഷൂട്ട് ചെയ്യണേ? ഞമ്മളതിൽ ക്ലോസപ്സ് അല്ലേ നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പം അതായത് നമ്മൾ ഷൂട്ട് ചെയ്തതിനേക്കാൾ വെള്ളം കയറി, അവിടെ വെള്ളം കയറി പാലത്തിന്റെ ആ വഴിയുടെ മുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമാണ്. ഏറെക്കുറെ തൊമ്മങ്കുത്താണ് സ്ഥലം. നമുക്കൊരു കയറ് കെട്ടി മാക്സിമം 200-300 മീറ്റർ വരെ കയറ് കെട്ടി പിടിക്കാം. പിന്നെ നമുക്ക് പിടിച്ചാൽ പോലും കിട്ടില്ല. ഇത് ഒരിക്കലും അതിശയോക്തിയല്ല, നടന്ന സംഭവമായി. വണ്ടിയിലേക്ക് കയറാൻ വള്ളത്തിലേക്ക് അപ്പം ശ്രീകാന്ത് എന്നെ വിളിച്ചു. ലാൽ സാറിൻ്റെ വരവ്. അപ്പം അഭയുണ്ട്, നമ്മുടെ അസിസ്റ്റൻസ് എല്ലാവരും ഉണ്ട്. ഞങ്ങളെ കാലഘട്ടമാണ് അവരുടെ സ്ഥലങ്ങളിൽ. 2 ക്യാമറ ഉണ്ട്. ഒരു ക്യാമറ സോജനാണ്, ഒരു ക്യാമറ സന്തോഷേട്ടനാണ്. ഇവരൊക്കെ തമ്മിലൊരു
നമുക്കറിയാൻ വയ്യാത്ത ബന്ധവും അടുപ്പവും ഇഴചേരലൊക്കെയാണ് ഇവർ തമ്മിലുള്ളത്. നമുക്ക് ഇവരുടെ നോട്ടത്തിലൊക്കെ ഉണ്ടത്. കമ്മ്യൂണിക്കേഷൻസ് ഒറ്റ ഷോട്ട് എടുത്ത് തീർക്കേണ്ടി വരും. അപ്പം ഈ തെരപ്പൻ നമ്മൾ വലിച്ചു ചേർത്ത് പിടിച്ചു. അപ്പം ലാൽ സാർ തോളിൽ കൈ പിടിച്ചിട്ട് മോനെ പേടിക്കണ്ട, ഞാൻ നരനിൽ ജോഷി സാറിൻ്റെ പടത്തിൽ ഇതൊക്കെ ചെയ്തതല്ലേ എന്ന് നമുക്കൊരാശ്വാസം പോലെ. അപ്പം നമുക്കൊന്ന് ശ്വാസം നേരെ വീണു. അദ്ദേഹം ഇത് അറിഞ്ഞുകൊണ്ടാണല്ലോ, നമ്മൾ ആ സമയത്ത് ഇതൊക്കെ മറന്നു, നമ്മുടെ കിളി പോയി നിൽക്കുക, കാരണം ഇത് ഒഴുകിപ്പോയാൽ അപകടമാണല്ലോ. ലാൽ സാർ കയറി നിന്നു. ലാൽ സാറിനെ കയറൂരി വിട്ടു. നമ്മുടെ കയറിൽ ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. ലാൽ സാറ് സുഖമായി തുഴഞ്ഞു പോയി. അതിന് അഡീഷണൽ ആയിട്ട് ഞാൻ പിന്നെയുള്ള കഥയാണ് രസം. ലാലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചാടിയാൽ ഉടനെ തൊഴ താഴ്ത്തിക്കിട്ട് ലാൽ സാർ ചാടുന്നു. ലാലു പൊങ്ങി ജസ്റ്റ് ഒന്ന് അതിൻ്റെ കൂടെ നീന്തിയാൽ, അപ്പം നീന്താണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഒഴുകിപ്പോയിട്ടില്ല. ലാൽ സാർ നീന്തുന്നു, അതൊന്നും കൂച്ചി പിടിക്കില്ല. അപ്പോൾ സ്റ്റോറി സ്ക്രീൻ പ്ലേ വായിച്ചിട്ടാണ് ലാൽ സാർ കയറിയിട്ടുള്ളത്. ലാൽ സാർ എല്ലാ ആക്ഷൻസും ഒരൊറ്റ ഷോട്ടിൽ നിങ്ങളിപ്പോൾ അത് കാണുമ്പോൾ അറിയാം, രണ്ടും കൂടെ ചേർന്ന് വരുന്ന സമയത്ത് ലാൽ സാർ കറക്റ്റ് മുങ്ങുന്നുണ്ട്. അങ്ങനെ കറക്റ്റ് മുങ്ങിയില്ലെങ്കിൽ രണ്ടും ചേരും. കറക്റ്റ് മുങ്ങി പൊങ്ങി ഇതിന് തിരപ്പൻ്റെ മുകളിൽ ചാടി മുകളിൽ കയറി തുഴയുന്നുണ്ട്. അത് മുകളിൽ ചാടി കയറിയപ്പം ലാലെ ഒന്നുകൂടി ഒന്ന് തുഴഞ്ഞങ്ങോട്ട് പോയാൽ നന്നായിരുന്നു. ഈ വലിയ സ്പീക്കറിൽ പുഴയോട് ചേർത്ത് വെച്ചിട്ടുള്ള സ്പീക്കറിൽ ഒരു തേക്ക് മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് കേൾക്കുന്നത് ലാൽ സാർ. എന്നിട്ട് ഈ ആക്ഷനുള്ള ഒരൊറ്റ ഷോട്ടിൽ 2 ക്യാമറ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുക. നമ്മളിപ്പോൾ കാണുന്ന അഡീഷണൽ ഷോട്ട്സ് ഉണ്ട്. അതുകൂടാതെ നമ്മൾ ഈ ഫുൾ ആക്ഷൻസ് നമ്മളൊരു ഷോട്ടിൽ നമ്മുടെ യാതൊരു കൺട്രോളില്ലാതെ പ്രകൃതിയിൽ മാത്രം വിശ്വസിച്ച് ഉള്ള ഒഴുക്കിലേക്ക് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഭിനയ വിസ്മയം എന്ന് പറയുന്ന ആള് എടുത്ത് ചാടുകയാണ്. അതാണ് സിനിമ. അത് ഓൾറെഡി ഷൂട്ട് ചെയ്ത സീൻ റീഷൂട്ട് ചെയ്യാണ്. അത് ശരിക്കും നമ്മൾ മുമ്പ് ഷൂട്ട് ചെയ്തതിലെ ഫുട്ടേജുകൾ ഉപയോഗിക്കാൻ വേണ്ടി തന്നെ നമ്മൾ അത്രയും ശ്രദ്ധിച്ചാണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ അതൊന്നും ഉപയോഗിക്കാതെ നമ്മൾ ആൾസാർ തന്നെ പെർഫോം ചെയ്ത് പിന്നീട് കുറച്ച് ക്ലോസപ്സ് ഒക്കെ നമ്മൾ തെരപ്പൻ വലിച്ച് കെട്ടിയിട്ടിട്ട് കുറച്ച് ക്ലോസപ്പ് ഷോട്ട്സ് എല്ലാം നമ്മൾ എടുത്തു. കാരണം പുഴ എപ്പോഴും ഒഴുകുന്നതുകൊണ്ട് നമുക്ക് ആ മൂവ്മെന്റ് എപ്പോഴും ഫീൽ ചെയ്യും. കിട്ടും. ബാക്ക് ഡ്രോപ്പ് അനങ്ങാതിരിക്കുന്നത് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ചെറിയ ട്രാക്ക് ഒക്കെ ഇട്ട് അത് സന്തോഷമായിട്ടാണല്ലോ, സന്തോഷ് ശിവനാണല്ലോ, ആയതുകൊണ്ട് ഒഴുകുന്നത് പോലെ. പക്ഷേ നമ്മൾ മാസ്റ്റർ ഷോട്ട് നമ്മളിപ്പോൾ എടുത്തു. ഞാനെപ്പോഴും അവിടെയും കണ്ടത് നമുക്ക് എന്തുണ്ടെങ്കിലും ഒരു കാര്യമില്ല ജിഷ്ണു, ഈ ഒരു കൊടുക്കൽ വാങ്ങലുണ്ടല്ലോ, ഈ ഒരു കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ എത്രയോ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇവർ തമ്മിലൊരു ബന്ധം, അതിനെ സിനിമയും ആയിട്ട് ബന്ധപ്പെട്ടുള്ള ബന്ധമാണെങ്കിൽ നമുക്ക് തോന്നുമെങ്കിലും അതിനപ്പുറത്തേക്ക് ഇവർ തമ്മിലുള്ളൊരു വിശ്വാസം, ഇവർ തമ്മിലൊരു അടുപ്പം, ഒരു ഡെഡിക്കേഷൻ, സിനിമയോടുള്ളൊരു സ്നേഹം എന്നൊക്കെ പറയുന്ന ഒരു പിന്നെ മനസാന്നിധ്യം. ഇത് കഴിഞ്ഞാൽ എന്ത്, ഞാൻ ഒഴുകിപ്പോയാൽ എന്താവുമെന്ന് ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ നേരെ തിരിച്ചാണ് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് കയറുന്നത്. നമ്മൾ പക്ഷേ ഏറ്റവും എക്സ്ട്രീമിൽ വലിയ വടമൊക്കെ ഇട്ട് കുറെ പേരെ നിർത്തിയിരുന്നു. അതൊക്കെ നമ്മൾ ചെയ്തു. മാക്സിമം സേഫ്റ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ലാൽ സാർ വിളിച്ചു പറയുന്നേക്കാം, സൂക്ഷിച്ച് പിടിക്കണോ മക്കളെ, അവരോട് പറയണ്ടല്ലേ. അതാണ് നമ്മൾ കണ്ടത്. ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ലാൽ സാറിന് അതിന്റെ ഇപ്പൊ ഓൾറെഡി ഷൂട്ട് ചെയ്ത സീൻ ആയതുകൊണ്ട് തന്നെ അത് ഇൻ കേസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, നമ്മൾ ക്ലോസപ്സ് മാത്രം എടുത്താൽ മതി. പക്ഷെ ലാൽ സാർ അങ്ങനെയല്ല ചെയ്തത്, അത് മുഴുവൻ ഷൂട്ട് ചെയ്ത്. എനിക്ക് അത് വളരെ ഇപ്പം മമ്മൂക്കയെ പറ്റിയിട്ടും പല ആൾക്കാരും അവരുടെ എക്സ്പീരിയൻസുകളെ കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. നമ്മൾ അനുഭവം എന്ന് പറയുന്ന സംഭവം അത് വേറൊന്നാണ്, അത് നമ്മൾ റിയലായിട്ട് പഠിക്കുന്ന പുസ്തകമാണ്. എക്സ്പീരിയൻസ് ആണ് നമുക്ക് പുറകോട്ട് മറിക്കാവുന്ന പുസ്തകം, ബാക്കിയൊക്കെ മുമ്പോട്ട് മറിക്കാം. എക്സ്പീരിയൻസ് നമുക്ക് പുറകോട്ട് മറിക്കേണ്ടി വരും. അപ്പോൾ സാർ ഈ ഇത്രയും എക്സ്പീരിയൻസുകൾ ഇത്രയും സിനിമകളൊക്കെ കഴിഞ്ഞിട്ട് 2016-17 സമയത്താണ് ആദ്യത്തെ സിനിമ എബി സംവിധാനം ചെയ്യുന്നത്. ഈ എബി എന്ന് പറയുന്ന സിനിമയുടെ സബ്ജക്റ്റിലേക്ക് അത് എനിക്ക് തോന്നുന്നു റിയൽ ലൈഫ് സ്റ്റോറി ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കഥയായിരുന്നു. എങ്ങനെയാണ് ആ സബ്ജക്റ്റിലേക്ക് ലാൻഡ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? സന്തോഷിച്ച ഗാനത്തിൻ്റെ ഒരു കഥ, ആ കഥയെ പിന്നീട് നമ്മളൊന്നുകൂടി ഒന്ന് റീവിസിറ്റ് ചെയ്തപ്പോൾ നമുക്ക് തോന്നിയ ചില കാര്യങ്ങൾ വെച്ചുകൊണ്ടുണ്ടാക്കപ്പെട്ടൊരു തിരക്കഥയാണ്. അതൊരു ജീവിതകഥ എന്ന് തോന്നിക്കാവുന്ന കഥയാണ്. നമ്മൾ ഒരാളുടെയും റിയൽ ലൈഫ് നിർത്തിയിട്ടല്ല ചെയ്തത്. നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന സന്തോഷിക്കാനോ എഴുത്തുകാരനാണ്, അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ കഥ, അതിന് അദ്ദേഹത്തിന് കിട്ടിയ ധാരാളം ഇൻഫർമേഷൻസ് അതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയൊരു തിരക്കഥയാണത്. സന്ദർഭവശാൽ അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് പിന്നീട് നമ്മൾ അറിയുകയാണ്. അങ്ങനെയാണ് നമ്മൾ അവരുടെ ജീവിതമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട് കേസൊക്കെ ഉണ്ടായത്. ചില ആൾക്കാർക്ക് തോന്നി അത് അങ്ങേരുടെ കഥയാണെന്ന് അദ്ദേഹത്തിന് അത് തോന്നി എന്നൊക്കെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ കാണാനൊക്കെ പോയി, അദ്ദേഹത്തോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹം ഓൾറെഡി മറ്റൊരു പ്രോജക്റ്റിന് കമ്മിറ്റഡ് ആണ്. അതെ, അതുകൊണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് കടന്നില്ല. നമ്മൾ നമ്മുടെ കഥയായിട്ട് നമ്മുടെ കഥയായിട്ട് മുമ്പോട്ട് പോയി, ഫിക്ഷണലാക്കി നമ്മൾ നമ്മുടെ ഒരു എലമെന്റ് വെച്ചിട്ട് സിനിമ ഉണ്ടാക്കി. ശരിക്കും പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറയുന്നത് സിനിമ ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ എത്രയോ നാൾ മുമ്പ് തുടങ്ങി. പലപ്പോഴും ചിന്തിക്കുമല്ലോ, ഇപ്പം 2006 ഞാൻ പോകുന്നു എന്ന് പറഞ്ഞല്ലോ. 2016 എൻ്റെ സിനിമ ചെയ്തത്. 2017 ഫെബ്രുവരി 23 എൻ്റെ സിനിമ ചെയ്യാൻ 10 വർഷം ദീർഘമായിരുന്നു. 10 വർഷവും ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.
എല്ലാവരോടും കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഡേറ്റ് തന്നത് വിനീത് ശ്രീനിവാസനാണ്. അതുകൊണ്ടാണ് ആ സിനിമ അത്രയും വൈകിയതുമൊക്കെ. പിന്നെ അങ്ങനെ ഒരു കഥയിലേക്ക് എത്തിപ്പെട്ടതെന്ന് വെച്ചാൽ എല്ലാവരും ആഗ്രഹിക്കുക വ്യത്യസ്തമായി എന്തെങ്കിലും ഒന്ന് പറയാന്നുള്ളതാണ്. അപ്പോൾ ഇനി അങ്ങനെ ഒരു കഥ പറയാൻ പറ്റില്ല. കാറ് നമുക്ക് കൈ കാണിച്ച് നിൽക്കും, അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടിൽ നിൽക്കും. ഒരു ചെറിയ പറപ്പയുടെ മേളിൽ കയറിയിരുന്ന് പോയാൽ അത് ബ്രേക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് തന്നെയായിരുന്നു അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്. ആകാശത്തേക്ക് പൊങ്ങിപ്പോവുക എന്ന സാധനം. ആ സിനിമയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ പറക്കാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല, ഉറക്കത്തിലെങ്കിലും സ്വപ്നത്തിലെങ്കിലും പറന്നു പോകാത്ത ആരുമില്ല. എപ്പോഴെങ്കിലും ഇടിച്ചു നിൽക്കുകയോ ശ്വാസം മുട്ടി നിൽക്കുകയോ ചെയ്തിട്ടുണ്ടാവും നമ്മൾ, അല്ലേ? അപ്പോൾ അത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആഗ്രഹങ്ങളിൽ നിന്നാണ് പറക്കൽ. അതായിരുന്നു നമ്മുടെ വിഷയം. എനിക്ക് ഭയങ്കര പേഴ്സണലി ഫീൽ ചെയ്ത സിനിമയാണ്. ഞാൻ ഓർക്കുന്നു വിഷ്ണു, അന്ന് ധാരാളം ഇന്നിപ്പോൾ നമ്മൾ കണ്ടുമുട്ടുമ്പോഴും ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അവിടെ നിന്നാണ്. അപ്പോൾ അന്ന് ധാരാളം പേര് ജിഷ്ണുവിനെ പോലെ, ജിഷ്ണു പക്ഷേ വലിയൊരു റൈറ്റപ്പ് ഒക്കെ അതിന് സിനിമയുമായി ബന്ധപ്പെട്ട് എഴുതിയിരുന്നു. അച്ഛൻ്റെ കഥയും ഒക്കെ പറഞ്ഞിട്ട്, ജിഷ്ണുവിൻ്റെ അച്ഛൻ്റെ. ഞാൻ ലിറ്ററലി തിയേറ്ററിൽ ഇരുന്നിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് എൻ്റെ അച്ഛൻ സംസാരിക്കില്ല, ചെവിയും കേൾക്കില്ല. അപ്പോൾ എനിക്ക് ഈ കാണാൻ, നമ്മൾ പറഞ്ഞു കേട്ട കഥകളാണല്ലോ, എനിക്ക് കാണാൻ പറ്റുന്നത് അച്ഛനെ തന്നെയായിരുന്നു ശരിക്കും. അച്ഛൻ്റെ കഴിവുകൾ ആരും ഇപ്പോൾ അച്ഛൻ നന്നായിട്ട് വരയ്ക്കും, ആരും അങ്ങനെ ഡിസ്കവർ ചെയ്തിട്ടില്ല. അപ്പോൾ ആ സിനിമ എനിക്ക് ഭയങ്കര പേഴ്സണലി കണക്ട് ആയിട്ടുള്ളൊരു സിനിമയാണ്. താങ്ക് യു ഫോർ ദാറ്റ്. അയ്യോ, ഞാൻ അങ്ങോട്ടാണ് താങ്ക്സ് പറയേണ്ടത്. കാരണം ഏതെങ്കിലും ഒരാളിനെ റിലേറ്റ് ചെയ്യുന്നു, അത് ഒരാളായാൽ കൂടിയും കണക്ട് ചെയ്യുന്നു പറയുന്നത് നമുക്ക് വലിയ നമ്മുടെ ലക്ഷ്യം കണ്ടു എന്ന് വേണം പറയാൻ. പിന്നെ അതുപോലൊന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുപോലൊന്ന് എല്ലാ കാലത്തും ആ ഒരു വിഷയത്തിന് എല്ലാ കാലത്തും ഈ പ്രാധാന്യമുണ്ട്. നമ്മളൊക്കെ ആ ഒരു ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു കണക്ട്. നേരിട്ട് നമ്മളൊരു പറക്കൽ കാണിക്കുമ്പോഴും എല്ലാവരും ഓരോരോ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു ടേക്ക് ഓഫ് ടൈമിനാണ്, ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആ സിനിമ നല്ലപോലെ ശ്രദ്ധിക്കപ്പെട്ടു. ആ സിനിമയെ കുറിച്ചിട്ട് പറയുമ്പോഴും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയുമായി ബന്ധപ്പെട്ട് നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഞാനും സന്തോഷിക്കാനും ഒക്കെ ആഗ്രഹിച്ച രീതിയിൽ മുഴുവനായും അത് ചെയ്തു തീർക്കാൻ എനിക്ക് പറ്റിയില്ല. അതിപ്പോൾ ഒരു സൃഷ്ടി അങ്ങനെ പറ്റില്ല എന്നാണ് പറയുക. എസ്പെഷ്യലി നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം അത് ആഗ്രഹമായി നിൽക്കുമ്പോൾ അതിന് മുഴുവൻ ചിറകൊക്കെ മുളച്ച് നിറയെ വിടണമെന്നൊക്കെ നിൽക്കും. പക്ഷെ നമ്മൾ മറ്റ് സാങ്കേതികമായ ബാഹ്യമായ എന്തെങ്കിലും ഇടപെടലുകൾ വരുന്നതോടുകൂടി അതിന് ഓരോരോ പെർസെൻറ്റേജ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പറയുക. അപ്പോൾ ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ അതിൻ്റെ ഫൈനൽ ലക്ഷ്യം കാണുന്നത് ബുദ്ധിമുട്ടാണ് എന്നാണ് പൊതുവെ അനുഭവമുള്ള ആൾക്കാർ പറയുക. അപ്പോൾ അതാണ് ഒരു ആശ്വാസമായിട്ട് ഞാൻ കാണുന്നത്. പക്ഷെ എന്നാലും ആ സിനിമ ഇപ്പോഴും കണ്ട് OTT-യിലൊക്കെ കണ്ടിട്ട് ആൾക്കാർ വിളിച്ച് നമ്മളോട് സംസാരിക്കുകയും ആ സിനിമ നമുക്കൊരു വിലാസമായിട്ട് അഡ്രസ്സായിട്ട് എബി ചെയ്ത ആൾ എന്ന് പറയുക ചെയ്യുമ്പോൾ വലിയ സന്തോഷമാണ്. അത് സന്തോഷിച്ച് കാണുന്നതിന് എഴുത്തിൽ തന്നെ വിനീതിനെ ഇപ്പോൾ ഒരാൾ വേണം അതിൽ അഭിനയിക്കാൻ എന്ന് തീരുമാനിക്കുന്നിടത്ത് തന്നെ എൻ്റെ ജോലി വളരെ എളുപ്പമായി. ഒന്ന്, വിനീതിനെ എനിക്ക് വളരെ അടുത്തറിയാം. ഞങ്ങൾ വളരെ അടുത്ത എൻ്റെ ഒരു അനിയനാണ്, എൻ്റെ അനിയനെ പോലെയാണ്. ശ്രീനേട്ടനായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ചന്ദ്രലേഖ മുതലുള്ള വളരെ അടുത്ത ബന്ധം. ഈ സ്ക്രിപ്റ്റ് കോപ്പിയിങ് പരിപാടികൾ പ്രിയൻ സാറിൻ്റെ ശ്രീനിയേട്ടൻ കൂടിയുള്ള എല്ലാ സിനിമകളിലും അവരൊരുമിച്ച് കൂടി ചർച്ചകൾ നടക്കാറുണ്ട്. പ്രിയൻ സാർ എഴുതി ഇങ്ങോട്ട് ശ്രീനി അഭിനയിച്ചു എന്ന് പറയാനല്ല പതിവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീനിയേട്ടനോട് നല്ല അടുപ്പമുണ്ട്. വിനീതിൻ്റെയും കസവിൻ്റെ തട്ടുമെട്ടെന്നുള്ള സോങ് ഞാൻ കൂടി അസിസ്റ്റൻ്റ് ആയിട്ടുള്ള കിളിച്ചുണ്ട മാമ്പഴത്തിലെ പാട്ടാണ്. അതായിരുന്നു വിനീതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഡെബ്യൂ. പിന്നെ വിനീതിൻ്റെ ഏറ്റവും ആദ്യത്തെ വിഷ്വൽ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ ചെയ്ത ഒരു പരസ്യത്തിലാണ്. ശ്രീനി ചേട്ടനും വിനീതും കൊണ്ടാണ് ആദ്യമാണ് അഭിനയിക്കുന്നത്. ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൻ്റെ സീഡിച്ച് എനിക്ക് തന്ന ഒരു പരസ്യത്തിലാണ് വിനീത് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അതിനുശേഷമാണ് ആൽബമൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഇമോഷണൽ വൈകാരികമായിട്ടുള്ള ചില കണക്ഷൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് ആ പ്രോജക്റ്റ് നടന്നത്. ഇപ്പോഴും എല്ലാവർക്കും ഏറ്റവും ആദ്യത്തെ സിനിമ ഞാൻ എൻ്റെ കഥ പറഞ്ഞല്ലോ, 9 വയസ്സുള്ളപ്പോൾ കണ്ട സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം സംഭവിക്കുന്നത് ഈ 2017 പറയുന്നത്. അതെ, പരസ്യങ്ങൾ ഒക്കെ ചെയ്യുമ്പോഴും ആ സമയത്തൊക്കെ തന്നെ ഞാനൊരു 60-70ഓളം ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് 200ഓളം പരസ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിരുന്നു, ഈവൻറ്റുകൾ ചെയ്തിരുന്നു. അതൊക്കെ പറയുമ്പോഴും ഒരു സിനിമ, ആദ്യ സിനിമ അതിപ്പോഴും മനസ്സിലിങ്ങനെ. ഈ അഭിനയത്തിലേക്കുള്ളൊരു ട്രാക്ക് മാറ്റം അത് ഒത്തിരി വട്ടം പറഞ്ഞതല്ലേ. ഞാൻ ഇതിനു മുമ്പ് വിനീതിനോട് പറഞ്ഞൊരു കഥയുടെ ബാക്കിയാണത്. ആ കഥ വിനീതിന് ഇഷ്ടപ്പെട്ടെങ്കിലും വിനീത് പറഞ്ഞത് നിവിനെ വെച്ച് ചെയ്യണം എന്നാണ്. അങ്ങനെ വിനീത് തന്നെ നിവിനോടത് പറഞ്ഞു, അജു വർഗീസിനോടത് പറഞ്ഞു. എന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ കഥ നിവിനോട് പറഞ്ഞിട്ടുണ്ട്, ശ്രീയേട്ടൻ ആ പടം നിവിനെ വെച്ച് ചെയ്യുന്നു. അപ്പം നിവിനോട് കഥ പറയാനായിട്ട് വിനീത് വല്ലാതെ നിർബന്ധിച്ചതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ നടന്നുകൊണ്ടിരുന്ന നിവിൻ സിനിമയായ ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ സെറ്റിലേക്ക് ഞാൻ പോയതാണ്. അവിടെ ചെന്ന് അവിടെ ഷൂട്ടിംഗ് നടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കഥ പറയാൻ പറ്റില്ല എന്ന് മനസ്സിലാവുകയും നിവിൻ വാച്ചൊക്കെ നോക്കിയിട്ട് ഇനിയിപ്പോൾ ചേട്ടാ എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം ഞാൻ നിവിനെ കണ്ടില്ല എന്നൊരു നുണ പറയണ്ടല്ലോ, കണ്ടില്ല എന്ന്
നിവിനെ ഞാൻ കണ്ടില്ല എന്ന് പറയണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ പോയി കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഞാൻ എൻ്റെ വണ്ടിയിലേക്ക് കയറാനായിട്ട് ചെല്ലുമ്പോഴാണ് എൻ്റെ കൂടെ ശ്യാം ശശിയുണ്ട് നമ്മുടെ വേല സംവിധായകൻ. ഞങ്ങൾക്ക് ഒരുമിച്ചാണ്, ഞാനും നിതിനും ശ്യാമും ശിവനും ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ശ്യാമാണ് എന്നെ കൊണ്ടുപോയത്. ശ്യാമിന് ലൊക്കേഷൻ അറിയാം, ഫോർട്ട് കൊച്ചി ഏരിയയൊക്കെ ശ്യാമിന് നല്ലപോലെ അറിയാം. രാജീവിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത് ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ശ്യാം. അപ്പോൾ ശ്യാമാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്, ചേട്ടാ നമുക്ക് ലൊക്കേഷനിൽ പോകാമെന്ന്. എനിക്കൊരു ചെറിയ സങ്കോചം ഉണ്ടായിരുന്നു. ശ്യാമാണ് ആ സങ്കോചം മാറി, ചേട്ടാ നമുക്ക് പോകാം എന്തായാലും പറഞ്ഞതല്ലേ, അങ്ങനെയാണ് പോയത്. ഞാൻ അവിടുന്ന് എൻ്റെ വണ്ടിയിലേക്ക് ചിലപ്പോൾ ഒരു 15 സെക്കൻഡ് കഴിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അഭിനേതാവില്ലായിരുന്നു. തൊട്ട് പുറകെ തന്നെ വിളിച്ചത് ശരിക്കും സിനിമയിലേക്കാണ്. ക്യാമറയുടെ പുറകിലല്ല, മുമ്പിലായിരുന്നു മാത്രം. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ എത്രയോ നാള് ഇപ്പോൾ ആ സിനിമയിലെ പെർഫോമൻസ് കണ്ടു. ഇപ്പോൾ ഇത്രയും 71ഓളം സിനിമകളിൽ ഞാനിപ്പോൾ അഭിനയിച്ചു. അതിലൊരു 60ഓളം സിനിമകൾ ഇപ്പോൾ റിലീസായി. അതിലെ കഥാപാത്രങ്ങളിലൂടെയാണ് എനിക്ക് വീണ്ടും കഥാപാത്രങ്ങളെ കിട്ടുന്നത്. ജനങ്ങൾ എന്നെ ആ നിലയ്ക്ക്, പ്രേക്ഷകർ എന്നെ സ്വീകരിച്ചതുകൊണ്ടാണല്ലോ അത് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് ഏറ്റവും ആദ്യത്തെ സിനിമയിലൂടെയാണല്ലോ, ആക്ഷൻ ഹീറോ വിജയിലൂടെയാണ്. അതിനുമുമ്പ് ഞാൻ പറയാം, യാത്രയുടെ ഒന്നത്തിലൊക്കെ ഞാനുണ്ട്, പക്ഷേ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്നത് ഇതിലാണല്ലോ. അപ്പോൾ ഇതിനെനിക്ക് സാധിച്ചത് എത്രയോ നാളെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ എത്ര റിയലിസ്റ്റിക് പെർഫോമൻസ് ആണെന്ന് നമുക്ക് പറഞ്ഞ് ആക്ഷൻ ഹീറോ വിജയം, നിങ്ങൾ പക്ഷേ ആക്ഷൻ ഹീറോ ഇന്നും കൂടെ ചോദിച്ചു, ചായ കുടിക്കാൻ പോയപ്പോൾ ചോദിച്ചു. അപ്പോൾ അത് വലിയ സന്തോഷമാണ്. പക്ഷെ അത് നടന്നത് വളരെ സ്വാഭാവികമായിട്ടാണ്, ഞാൻ പോലും അറിയാതെയാണ് എൻ്റെ ഷൂട്ടിംഗ് നടന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഞാനത് ചെയ്യുമ്പോൾ ഈ ലെൻസിന് വേണ്ടിയാണ് സിനിമയെന്നും ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയ്ക്ക് ഉള്ളത് മാത്രമാണ് സിനിമയെന്നും ആ 4 വരകൾ ചേരുന്ന ചതുരത്തിൻ്റെ അകത്ത് സംഭവിക്കേണ്ട കാര്യങ്ങൾ അവിടെ തന്നെ നടന്നാലേ ഇത് നാളെ 10 പേര് കാണുള്ളൂ എന്നൊക്കെ പറയുന്നത് തിരിച്ചറിവ് പണ്ട് തന്നെയുണ്ട്. അല്ലെങ്കിൽ അവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന വലിയ വലിയ ആൾക്കാരുടെ അവർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണെന്നും അതിനെങ്ങനെയാണ് ആർട്ടിസ്റ്റുകൾ പ്രതികരിച്ചിരുന്നതെന്നും എങ്ങനെയാണ് റിസൾട്ട് ഉണ്ടാക്കി ഓക്കെ എന്ന ഒരു പരിപാടിയിലേക്ക് എത്തിയെന്നൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു. അത് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പറയാൻ പറ്റും, ക്യാമറയുടെ മുമ്പിലേക്ക് പോയ ആ മൊമെൻറ്റും എനിക്ക് ബ്രീഫ് തന്ന എബ്രിഡ് ഷൈൻ എന്ന മഹാമനുഷ്യൻ്റെ ഫിലിം മേക്കിങ്ങിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. ഭയങ്കര ഡിഫറെൻ്റാണ് എബ്രിഡ് ഷൈൻ്റെ ഫിലിം മേക്കിംഗ് മെത്തേഡ്സ്. ഭയങ്കര നമ്മൾ ഏറ്റവും കംഫർട്ടബിളാണ്. വേണമെങ്കിൽ ആക്ഷൻ എന്ന് പറയാതിരിക്കുകയോ ചെയ്യും. 93 ദിക്സാക്ഷിയിൽ എനിക്കുണ്ടായ അനുഭവം അതാണ്. അവിടെയും ആക്ഷൻ പറയാതെയാണ് ആ പെട്ടിയോട്ടം അങ്ങ് പോകുമ്പോൾ നീ ഫ്രെയിമിലുണ്ട്, പിന്നെ അവിടെ നിന്ന് നിന്നെ ഇടിക്കും എന്നാണ് എന്നോട് രാജീവ് പറഞ്ഞത്. നീ ഒരു വെറ്ററൻ അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലേ, കുറേ കാലമായിട്ട് നിൽക്കല്ലേ പണി, ഇനി ഞാൻ ആക്ഷൻ പറയണമെന്നാണ് രാജീവ് ചോദിച്ചത്. കാരണം വേറെ ഒന്നുമില്ല, ആക്ഷൻ എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഒരു കവലയാണ്. അവിടെ നിൽക്കുന്ന ആൾക്കാർ കംപ്ലീറ്റ് കോൺഷ്യസ് ആവുകയും ക്യാമറ നോക്കുകയും ഷൂട്ടിംഗ് മുടങ്ങുകയും ചെയ്യും. അല്ല പിന്നെ 10-300 ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഞാൻ കൊണ്ട് കൊടുക്കേണ്ടി വരും. എന്നോട് ചോദിച്ചാൽ അപ്പോൾ അവിടെ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ നടക്കുകയാണ്. അതേ സമയത്ത് തന്നെ എനിക്ക് അവരുടെ ദേഷ്യം വന്നെങ്കിൽ ഞാൻ ആലോചിച്ചു, എന്നെ അവിടെ കൊണ്ട് നിർത്താൻ കാരണം എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിലുള്ള വിശ്വാസമാണ്. ശ്രീകാന്ത് അത് കറക്റ്റായിട്ട് ചെയ്തോളും എന്ന് പറഞ്ഞിട്ടാണ്. എല്ലാം ഒരു ടേക്കായിരുന്നു. എനിക്കിപ്പോഴും സിംഗിൾ ടേക്കിലാണ് എല്ലാ ഷോട്ടുകളും ഓക്കെ ആക്കിയില്ല. നമ്മുടെ തൊണ്ടിമുതലിലെ ദൂരെ നിന്ന് നടന്നു വന്നിട്ട് വീട്ടിൽ നിന്ന് നല്ലപോലെ ശകാരം കിട്ടിയിട്ടുണ്ടാവില്ലേ എന്ന് ചോദിക്കുന്ന ആ ഷോട്ടിന് മുമ്പുള്ളൊരു നടപ്പ് മാത്രമാണ് 4-5 ടേക്ക് പോയത്. അത് പോത്തൻ വിചാരിച്ച പോലെ ആയില്ല. ഞാൻ വല്ലാതെ കോൺഷ്യസ് ആയിരുന്നു നടന്ന് വരവ്, കുറച്ച് ദൂരെ നടന്ന് വരണ്ടേ, ഞാൻ കോൺഷ്യസ് ആയിരുന്നു. പക്ഷേ ആ ഒരു ഷോട്ട് മാത്രം 4 ടേക്ക് വരെ പോയത്, ബാക്കിയെല്ലാം സിംഗിൾ ടേക്കാണ്. പിന്നെ ശ്രീജ ഒരു പെൺകുട്ടി മുൻകൈ എടുക്കാതെ ഇന്ന് വരെ, ചങ്കൂറ്റം കാണിക്കാതെ ഇന്ന് വരെ ഒരു പ്രേമവിവാഹവും നടന്നിട്ടില്ല. അതും ഒരു 3 ടേക്ക് പോയി. കാരണം ശ്യാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ചേട്ടാ 2-3 ഓപ്ഷൻ കൂടെ തരാൻ പറഞ്ഞിട്ട് അത് 3 ടേക്ക് പോയി. ബാക്കിയെല്ലാം സിംഗിൾ ടേക്കിലാണ് സംഭവിച്ചത്. വേറെ തരം ഫിലിം മേക്കിംഗ് ആയിരുന്നു അല്ലേ ശരിക്കും? അതെ, അതിനെപ്പറ്റി നമുക്ക് വേറൊരു സെഷനിൽ പറയാം. കാരണം അത് ഒരു രക്ഷയില്ല. മാതൃകയാക്കാവുന്ന, എനിക്ക് തോന്നുന്നു എല്ലാ കാലത്തും മാതൃകയാക്കാവുന്ന ഒരു ഫിലിം മേക്കിംഗ്. അവിടെ ഒരു ബ്ലെൻഡിങ് നടന്നത് അനുരാഗ് കശ്യപിനെ പോലെയൊക്കെയുള്ള ആൾക്കാരുടെ കൂടെയും മധുർ ഭണ്ഡാർക്കറുടെ ചാന്ദിനി ബാറും നോ സ്മോക്കിംഗ്, ഗാങ്സ് ഓഫ് വസിപ്പൂരും അങ്ങനെയുള്ള സിനിമകളും പിന്നെ അന്നയും റസൂലും ഒക്കെ ചെയ്ത് തഴക്കം എന്നൊരു ഒരാളാണ് അവിടെ ക്യാമറാമാനായിട്ടുള്ളത്. പിന്നെ പോത്തൻ്റെ എക്സ്പീരിയൻസ് ആ സമയത്താണല്ലോ മലയാള സിനിമയിലെ മാറ്റങ്ങൾ, പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് സോൾട്ട് ആൻഡ് പെപ്പറിലൂടെയൊക്കെയാണല്ലോ, അല്ലെങ്കിൽ അമൽ നീരദിന്റെ ബിഗ് ബിയും ഒക്കെ വരുന്നതിലൂടെ.